ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക മൊഴി പോലീസിന് ലഭിച്ചിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 1.5 കോടി നൽകിയതായി ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ മൊഴി നൽകി. അതിനിടെ കേസ് അന്വേഷണം ആരംഭിക്കാൻ അനുമതി തേടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൊച്ചി യൂണിറ്റ് കത്തയച്ചു. പല ഘട്ടങ്ങളിലായി 1.5 കോടി രൂപ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയെന്നാണ് ബാംഗ്ലൂരിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ SITക്ക് നൽകിയ മൊഴി. പണം നൽകിയതിന്റെ രേഖകളും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കി. പാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്ത് മോഷ്ടിച്ചെന്നും വിൽപ്പന നടത്തിയെന്നുമുള്ള അന്വേഷണ സംഘത്തിന്റെ വാദത്തിന് ബലം പകരുന്നതാണ് ഗോവർദ്ധന്റെ മൊഴി. റിമാൻഡിൽ കഴിയുന്ന ഗോവർദ്ധനെയും സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് നീക്കം. ഇതിനായി തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെ കൊള്ളയിൽ ഉന്നതരുടെ പങ്കിനെക്കുറിച്ചും SIT അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ വിജയകുമാറിനെയും KP ശങ്കർദാസിനെയും പ്രതി ചേർക്കുന്നതിലും വൈകാതെ തീരുമാനമുണ്ടാകും. ഇരുവരെയും പ്രതി ചേർക്കാത്തത് എന്താണെന്നായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം. ഇതിനിടെ കേസിൽ ECIR രജിസ്റ്റർ ചെയ്യാൻ അനുമതി തേടി കൊച്ചി യൂണിറ്റ് ഡൽഹി ഡയറക്ടറേറ്റിന് കത്തയച്ചു. തിങ്കളാഴ്ചയോടെ അനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷ. ആദ്യഘട്ട നടപടിയെന്ന നിലയിൽ ജയിലിൽ കഴിയുന്ന പ്രതികളുടെ മൊഴിയെടുക്കാനാണ് ED തീരുമാനം. കേസിന്റെ FIRഉം ഇതുവരെ അറസ്റ്റിലായ പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ടും SITയിൽ നിന്ന് EDക്ക് ലഭിച്ചിരുന്നു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.